ഫിഫ ലോകകപ്പ് ക്വാർട്ടറിൽ സ്വിറ്റ്സർലാൻഡിനെ തകർത്ത അർജന്റീന സെമിയിൽ 1-3 ഗോളുകൾക്കാണ് സ്വിറ്റ്സർലാൻഡിനെ തകർത്ത അർജന്റീന സെമിയിൽ പ്രവേശിച്ചത്. എക്സ്ട്രാ ടൈമിലെ 2 ഗോളുകൾക്കാണ് അർജന്റീനയുടെ വിജയം അനായാസമാക്കിയത്. സെമിയിൽ അർജന്റീന ഇനി ഇംഗ്ലണ്ടിനെ നേരിടും. എന്തായാലും ആശങ്കകൾക്കും ടെൻഷനുകൾക്കും ഒടുവിൽ ഫിഫ ലോകകപ്പ് ക്വാർട്ടറിൽ സ്വിറ്റ്സർലാൻഡിനെ 3 ഗോളുകൾക്ക് തകർത്ത അർജന്റീന സെമിയിൽ പ്രവേശിച്ചിരിക്കുകയാണ്. അക്ഷരാർത്ഥത്തിൽ മെസ്സിയും പിള്ളാരും സ്വിറ്റ്സർലാൻഡിലെ തകർത്ത സെമി പ്രവേശനം സാധ്യമാക്കിയിരിക്കുകയാണ്. ഒട്ടേറെ നിമിഷങ്ങൾ കടന്നുപോയി. ആ നിമിഷങ്ങളിലടക്കം നെഞ്ചിടിപ്പോടെയാണ് അർജന്റീന ആരാധകർ ഈ കളി കണ്ടത്. എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ പറ്റാത്ത എക്സ്ട്രാ ടൈമുകൾ, ഒടുവിൽ 2 ഗോളുകൾ കൂടി നേടി അർജന്റീന സെമിയിലേക്ക് പ്രവേശിക്കുമ്പോൾ അക്ഷരാർത്ഥത്തിൽ ആവേശക്കടലാകുകയാണ് കേരളം അടക്കമുള്ള ലോകം. ആവേശത്തിലാണ് ആരാധകർ. എന്താണ് മെസ്സിക്ക് സംഭവിച്ചതെന്ന് അറിയാതെ ഒരു നിമിഷം പകച്ചു നിന്നെടുത്ത് നിന്ന് വലിയൊരു ആവേശ ജയത്തിലേക്ക് മാറുന്ന അർജന്റീനയാണ് നമ്മൾ കണ്ടത്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഇതാ സ്വിറ്റ്സർലാൻഡിനെ തകർത്ത അർജന്റീന സെമി പ്രവേശനം നേടിയിരിക്കുകയാണ്. ഇനി സെമി ഫൈനലിൽ അർജന്റീന ഇംഗ്ലണ്ടിനെയാണ് നേരിടുക. എക്സ്ട്രാ ടൈമിലടക്കം നമ്മൾ ഒരു പെനാൽറ്റി ഷൂട്ട് ഔട്ടിലേക്ക് മാറേണ്ടി വരുമെന്ന കളിയിൽ നിന്നാണ് അർജന്റീന അനായാസ ജയം സ്വന്തമാക്കിയിരിക്കുന്നത്. രാജേഷ് ശ്രീനിവാസൻ ചേരുന്നുണ്ട്. രാജേഷ്, അക്ഷരാർത്ഥത്തിൽ മെസ്സിയും പിള്ളാരും തൂക്കി എന്ന് പറയാമല്ലേ? കാർത്തു, ആവേശകരമായ പോരാട്ടത്തിൽ ഇപ്പോൾ അർജന്റീന തങ്ങളുടെ ആധിപത്യം ഉറപ്പിച്ചിരിക്കുകയാണ്. തുടർച്ചയായി സെമി ഫൈനലിൽ എത്തിയിട്ടുണ്ട്. സെമി ഫൈനലിൽ ഇതുവരെ തോൽക്കാത്ത അർജന്റീന ഇനി അടുത്ത മത്സരത്തിൽ ഇംഗ്ലണ്ടിനെയാണ് നേരിടാൻ പോകുന്നത്. ഇന്ന് നോർവേയുമായി കടുത്ത പോരാട്ടത്തിൽ വിജയിച്ചു കയറിയ ഇംഗ്ലണ്ടിനെ ആയിരിക്കും സെമി ഫൈനലിൽ അർജന്റീന നേരിടാൻ പോകുന്നത്. 1-3 ഗോളുകൾക്കാണ് അർജന്റീന തങ്ങളുടെ ആധിപത്യം ഉറപ്പിച്ചത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതും എക്സ്ട്രാ ടൈമിൽ 2 അധിക സമയത്തേക്ക് മത്സരം കടക്കുകയും ഈ സമയം 112ാമത്തെ മിനിറ്റ് മുതൽ 2 ഗോളുകൾ, എക്സ്ട്രാ സമയത്തെ 2 ഗോളുകളാണ് അർജന്റീനയ്ക്ക് ഒരു നിർണായകമായത്. ഇതോടുകൂടിയാണ് അർജന്റീന തങ്ങളുടെ സെമി പ്രവേശനം അത് അനായാസമാക്കിയത്. ഇനി ഇംഗ്ലണ്ട് എന്ന വമ്പൻ ടീം അല്ലെങ്കിൽ വമ്പൻ ടീമിനെ ആയിരിക്കും മെസ്സിപ്പട നേരിടാൻ പോകുന്നത്. കളിയുടെ ആദ്യ പകുതി നോക്കുകയാണെങ്കിൽ ഏകപക്ഷമായി 1 ഗോളിന് മുന്നിലായിരുന്നു അർജന്റീന. എന്ന 2ാം പകുതിയാണ് തിരിച്ചടി നേരിട്ടത്. അങ്ങനെ 1-1 കടക്കുന്നു. ആദ്യ മിനിറ്റുകളിൽ സിസ്പട ആധിപത്യം പുലർത്തുന്ന ഒരു കാഴ്ചയാണ് ഈ തവണത്തെ ഈ മത്സരത്തിൽ കാണാൻ സാധിച്ചത്. പിന്നീട് കളിയുടെ ഗതി മാറ്റിയത് മാക്കാലിസ്റ്ററുടെ പ്രധാനപ്പെട്ട ഒരു ഗോളായിരുന്നു. അത് പിന്നാലെ തിരിച്ചടി നേടുന്നു. അങ്ങനെ കളി എക്സ്ട്രാ സമയത്തേക്ക് പോകുന്നു. 1-1 എന്ന സമനിലയിലേക്ക് കടക്കുന്നു. തുടർന്ന് എക്സ്ട്രാ സമയത്തിലേക്ക് പോകുമ്പോൾ 112ാം മിനിറ്റിലെ ഗോളാണ് നിർണായകമായത്. ജൂലിയൻ അൽവാരസിന്റെ പ്രധാനപ്പെട്ട ഗോളാണ് മെസ്സിപ്പടയ്ക്ക് നിർണായകമായത്. തുടർന്ന് ലൗട്ടോറോ മാർട്ടിനസിന്റെ അതിഗംഭീരമായ ഗോളോട് കൂടി അർജന്റീന ഇത്തവണത്തെ സെമി പ്രവേശനം അത് അനായാസമാക്കിയിരിക്കുന്നു. ഇനി ഇംഗ്ലണ്ട് എന്ന വമ്പൻ ടീമിനെ ആയിരിക്കും സെമി ഫൈനലിൽ അർജന്റീന നേരിടാൻ പോകുന്നതും എന്നതും നിർണായകമാണ്. ഇതുവരെ സെമി ഫൈനലിൽ കടന്ന അർജന്റീന ഒറ്റ മത്സരത്തിൽ പോലും പരാജയപ്പെട്ടിട്ടില്ല എന്നതും മെസ്സിപ്പടയെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യമാണ്. പ്രധാനപ്പെട്ട ഗ്രൂപ്പ് ഘട്ടത്തിൽ പ്രധാനപ്പെട്ട വമ്പൻ ടീമായിട്ടുള്ള അൾജീരിയ, ഓസ്ട്രിയ, ജോർദാൻ ടീമുകളെ തോൽപ്പിച്ചായിരുന്നു അർജന്റീനയുടെ കടന്നുവരവ്. തുടർന്ന് നോക്കൌട്ടിൽ പ്രധാനപ്പെട്ട ആഫ്രിക്കൻ രാജ്യം ഇത്തവണ വലിയതുള്ള കാഴ്ച പ്രകടമാക്കിയ വലിയ രീതിയിലുള്ള ഫുട്ബോൾ വിസ്മയങ്ങൾ തീർത്ത കോപ്പ് വെർദയെ നോക്കൌട്ടിൽ പരാജയപ്പെടുത്തുന്നു. തുടർന്ന് ആഫ്രിക്ക ഭൂഖണ്ഡത്തിലെ പ്രധാനപ്പെട്ട ഒരു ടീമായിട്ടുള്ള ഈജിപ്തിനെ പ്രീ ക്വാർട്ടറിൽ 2-3 ഗോളുകൾക്ക് തോൽപ്പിച്ച് ക്വാർട്ടറിലേക്ക് എത്തുന്നു. ക്വാർട്ടറിൽ പ്രധാനപ്പെട്ട സ്വിറ്റ്സർലാൻഡിനെ, വലിയ ടീമുകളുള്ള അല്ലെങ്കിൽ വലിയ താരങ്ങളുള്ള സ്വിറ്റ്സർലാൻഡിനെ പരാജയപ്പെടുത്തി 1-3 ഗോൾ എന്ന വലിയ ഗോൾ വ്യത്യാസത്തിൽ പരാജയപ്പെടുത്തി അർജന്റീന തങ്ങളുടെ സെമി പ്രവേശനം അത് അനായാസമാക്കിയിരിക്കുന്നു. ഇനി അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം സെമി പ്രവേശനം അത് നിർണായകമാണ്. അത് പ്രധാനപ്പെട്ട ഇത്തവണത്തെ ഇന്ന് നടന്ന മത്സരത്തിലെ നോർവേയെ തകർത്ത ഇംഗ്ലണ്ടിനെയാണ് നേരിടാൻ പോകുന്നതും
നിർണായകമാണ്. എന്തായാലും പ്രധാനപ്പെട്ട മാക്കാലിസ്റ്റർ, ജൂലിയൻ അൽവാരസ്, ലൗട്ടാര മാർട്ടിനസ് തുടങ്ങിയ 3 താരങ്ങളുടെ അതിൽ ഒന്ന് മെസ്സിയുടെ അസിസ്റ്റാണ് ഈ ഗോളുകൾക്ക് നിർണായകമായത് എന്നതും ഇന്നത്തെ മത്സരത്തെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്തായാലും മെസ്സിപ്പട അർജന്റീന ഇനി ഇംഗ്ലണ്ടുമായി ഇറങ്ങുമ്പോൾ അത് ഈജിപ്തിനായിട്ടോ അല്ലെങ്കിൽ സ്വിറ്റ്സർലാൻഡിനായിട്ടോ ഉള്ള മത്സരത്തിന് എന്തെങ്കിലും മാറ്റം വരുമോ എന്നതും നിർണായകമാണ്. ആദ്യ പകുതിയിൽ നനഞ്ഞു തുടങ്ങിയ മെസ്സിപ്പട രണ്ടാം പകുതിയും അത് തുടർന്ന് എക്സ്ട്രാ സമയത്തിലേക്ക് കടക്കുമ്പോഴാണ് ഈജിപ്ത് മത്സരത്തിൻ്റെ അതേ രീതിയിൽ ഇത്തവണയും കളി നിശ്ചിത സമയത്തേക്ക് കടക്കുന്നു, അല്ലെങ്കിൽ എക്സ്ട്രാ ടൈമിലേക്ക് കടക്കുന്നു. തുടർന്ന് അനായാസമായ ഗോളുകൾക്ക് അർജന്റീന വിജയിച്ചു കയറുന്ന ഒരു കാഴ്ചയാണ് ഇത്തവണയും കണ്ടത്. എന്തായാലും സെമി പ്രവേശനം അത് അനായാസമാക്കിയിരിക്കുന്നു. 1-3 ഗോൾ എന്ന മാർജിൻ സംഖ്യയിലേക്കാണ്, അല്ലെങ്കിൽ 1-3 ഗോൾ എന്ന വലിയ സംഖ്യയിലേക്കാണ് അർജന്റീന തങ്ങളുടെ ആധിപത്യം ഉറപ്പിക്കുന്നത് എന്നത് പറയേണ്ടിയിരിക്കുന്നു. അത് ഈജിപ്തിനായിട്ട് കളിച്ച അതേ മത്സരത്തെ പോലെ തന്നെയായിരുന്നു ഇന്നത്തെ മത്സരത്തിൽ സ്വിറ്റ്സർലാൻഡിനെയും മെസ്സിപ്പട നേരിട്ടത് എന്നതും എടുത്തു പറയേണ്ടതാണ്. ആദ്യ പകുതിയിൽ മെല്ലെ തുടങ്ങി തുടർന്ന് മുറുകി തുടങ്ങുന്ന ഒരു വലിയ ഇതുള്ള മത്സരം തന്നെയാണ് ഇത്തവണത്തെ മത്സരത്തിലും മെസ്സിപ്പട കാഴ്ചവെച്ചത് എന്നതും നിർണായകമായ ഒരു കാര്യമാണ് കാർത്തു. തീർച്ചയായും അത് തന്നെയാണ്. ഈ അടിക്കുമോ എന്ന അവസാനം വരെ ഒരു ആകാംക്ഷയും അതുപോലെ തന്നെ ആശങ്കയും ജനിപ്പിക്കുന്ന ഒരു രീതി തന്നെയാണ് അർജന്റീനയ്ക്കുള്ളത്. ഒടുവിൽ പതിവ് പോലെ തന്നെ ആരാധകരെ സന്തോഷത്തിൽ ആറാടിച്ച ആ വിജയ ഗോൾ എത്തും. പക്ഷേ ഇക്കുറി ഒന്നല്ല, 1 പകരം 2 ഗോളുകൾ എക്സ്ട്രാ ടൈമിൽ അടിച്ചാണ് അർജന്റീന സെമിയിലേക്ക് കയറുന്നത്. എക്സ്ട്രാ ടൈമിൽ ജൂലിയൻ അൽവാരസും ലൗറ്റാരോ മാർട്ടിനസുമാണ് അർജന്റീനയ്ക്ക് വേണ്ടി ആ ഗോളുകൾ നേടുന്നത്. അങ്ങനെ ലോകകപ്പ് ക്വാർട്ടർ ഫൈനലിൽ സ്വിറ്റ്സർലാൻഡിനെ തകർത്ത അർജന്റീന സെമി പ്രവേശനം സാധ്യമാക്കിയിരിക്കുകയാണ്. രാജേഷ് ശ്രീനിവാസനാണ് വിവരങ്ങൾ നൽകിയത്.